നീ പ്രതീക്ഷിക്കാത്തതൊന്ന്. ഒരിക്കൽ കൂടി, പ്രതീക്ഷയ്ക്ക് അപ്പുറമുള്ള ഒന്നിനെക്കുറിച്ചല്ല, നീ പ്രതീക്ഷിക്കാത്തതൊന്ന് ഇന്ന് യേശു നിൻ്റെ ജീവിതത്തിൽ ചെയ്യും. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്നത് പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമനെ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 3-ാം അധ്യായം 6-7 വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി ഞാൻ വായിക്കട്ടെ. അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞ് അവനെ വലം കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ക്ഷണത്തിൽ അവൻ്റെ കാലും നരിയാണിയും ഉറച്ച് അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. ഒരിക്കൽ അപ്പോസ്തലനായ പത്രോസും യോഹന്നാനും സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിനടുത്ത് പ്രാർത്ഥനയ്ക്കായി കടന്നു പോകുമ്പോൾ ഒരു മനുഷ്യനെ കണ്ടുമുട്ടുകയാണ്. ഭിക്ഷക്കാരനാണ് ആ മനുഷ്യൻ, തളർന്നുപോയ മനുഷ്യനാണ്, ഭിക്ഷയെടുത്ത് ഉപജീവിക്കുന്നു. രണ്ടുപേർ വ്യത്യസ്തരായി ആലയത്തിലേക്ക് കടന്നു പോകുന്നു. മീൻസ് അവർ ശുശ്രൂഷകരാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്ന വ്യക്തികളായിട്ടാണ് അവർ ആലയത്തിലേക്ക് കടന്നു പോകുന്നത്, പ്രാർത്ഥനാ സ്ഥലത്തേക്ക് കടന്നു പോകുന്നത്. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നു, ഭിക്ഷക്കാരായിരിക്കുന്നവർ അല്പം കൂടുതൽ പ്രതീക്ഷിച്ച് കാണും. ഇവർ എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമായതുകൊണ്ട് ഇവരിൽ നിന്ന് അധികം കിട്ടും. എന്ത്? ഭിക്ഷ കിട്ടും. അത് പ്രതീക്ഷിച്ചിരിക്കുന്ന മനുഷ്യൻ അവൻ്റെ പ്രതീക്ഷയ്ക്കപ്പുറമായത് അവർ കൊടുത്തു എന്നല്ല, അവൻ പ്രതീക്ഷിക്കാത്തതൊന്ന് അവരുടെ ജീവിതത്തിൽ അവർ ചെയ്തു. എന്താണ്? ഇനി ഭിക്ഷയെടുക്കുവാൻ ഇടവരാത്ത വിധത്തിൽ അവനെ എഴുന്നേൽപ്പിച്ച് നടത്തിപ്പിച്ചു. ദൂതാണേ. എന്താണോ പലരുടെയും മുമ്പിൽ നിങ്ങൾ കൈനീട്ടുവാൻ കാരണമായി തീർന്ന ആ അവസ്ഥ ഇനിയില്ല. അതിനർത്ഥം ഇനി കൈനീട്ടേണ്ടി വരില്ല. ബ്രദർ, സിസ്റ്റർ, ഇനിയും ജോലിയില്ലാത്തവളായി, ഇനിയും ജോലിയില്ലാത്തവനായി നീ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടുവാനോ തലകുനിക്കുവാനോ എൻ്റെ യേശു നിന്നെ അനുവദിക്കത്തില്ല. കർത്താവ് വഴി തുറക്കുക. ഇന്ന് നിനക്ക് വേണ്ടി ഒരു അത്ഭുതത്തെ കർത്താവ് ചെയ്യുക. കൈനീട്ടുന്ന അവസ്ഥയ്ക്ക് കർത്താവ് അറുതി വരുത്തുവാൻ പോകുക. അഥവാ പ്രതീക്ഷിക്കാത്തതൊന്ന് ചെയ്തുകൊണ്ട്, നിങ്ങളുടെ പ്രതീക്ഷയ്ക്ക് ഒത്തവണ്ണമുള്ളതോ അതിനപ്പുറമുള്ളതോ അല്ല. ഒരിക്കൽ കൂടി, ഇന്നത്തെ ദൂത്, ഇന്ന് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് അതല്ല, പ്രതീക്ഷിക്കാത്തത് ഒന്ന്. ദീർഘനാളുകളായി നെഞ്ചിൻ്റെ ഭാഗത്ത് സിവിയറായിട്ടുള്ളൊരു വേദനയും അസ്വസ്ഥതയുമായി ട്രീറ്റ്മെൻറ്റിലായിരുന്ന ഒരു സഹോദരി. പലവിധമാകുന്ന ട്രീറ്റ്മെൻറ്റുകൾ. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പോൾ കുറച്ച് ആശ്വാസം കിട്ടും, പിന്നെയും വേദന വരും. അങ്ങനെ ഒരു ദിവസം യാദൃശ്ചികയാൽ ഇവരുടെ കൈ തട്ടി അവിടെ ഒരു തടിപ്പ് ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ വീണ്ടും പരിശോധനകൾ. ആ പരിശോധനകളെ തുടർന്ന് ഇവരെ പരിശോധിച്ചുകൊണ്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഡോക്ടർ പറഞ്ഞു, ഇതൊരു വളരെ പഴക്കം ചെന്നൊരു ട്യൂമറാണ്, മുഴയാണ്, ഇത് ക്യാൻസറസ് ആണ്. അപ്പോൾ ഇനി ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് കാര്യമില്ല, നിങ്ങൾ ഒരു ഓങ്കോളജിസ്റ്റിനെ കാണുക. അങ്ങനെ നമ്മുടെ തിരുവനന്തപുരത്തേക്ക് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വരികയാണ്. അപ്പോൾ ട്രീറ്റ്മെൻറ്റിന് വന്നു. ആ ഡോക്ടറും RCCയിലെ ഡോക്ടറും പ്രാഥമികമായ പരിശോധനയ്ക്കപ്പുറം ഉറപ്പിച്ചു ഇത് ക്യാൻസറാണ്. അപ്പോൾ മറ്റൊരു പരിശോധനയ്ക്കും കൂടെ കൊടുത്തിട്ട് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്യുന്നു. കാരണം ഇവർ തുടർമാനമായി ട്രീറ്റ്മെൻറ്റിലായിരുന്നല്ലോ. അപ്പോൾ ഇവരും എന്ത് ചെയ്യുന്നു? ഒത്തിരി ഹോസ്പിറ്റലുകളോടൊക്കെ വിളിക്കുന്നു, ഡോക്ടർമാരോടൊക്കെ സംസാരിക്കുന്നു. ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് എങ്ങനെ ട്രീറ്റ് ചെയ്യാം, എത്ര കുറഞ്ഞ ചിലവിൽ ട്രീറ്റ്മെൻറ്റ് നടത്താം, എങ്ങനെ വേഗത്തിൽ സൗഖ്യമാകാം, എങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ പുറത്തു വരാം, സർജറി ഇല്ലാതെ സൗഖ്യമാക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്താണ് യാദൃശ്ചികയാൽ ഞങ്ങൾ RCCയിൽ ആഹാരം കൊടുക്കാൻ വരികയും അവരെ കാണുകയും അവരുടെ റിലേറ്റീവിനെ കാണുകയും ചെയ്യുന്നത്. അപ്പോൾ അന്ന് ആ സമയത്ത് അവരെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ പറ്റിയില്ല. രാത്രി അവർ റൂമിലെത്തിയതിന് ശേഷം ഞങ്ങൾ വിളിച്ചു. ഞങ്ങൾ റൂമിൽ വന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരോട് പറയുവാൻ പറഞ്ഞൊരു കാര്യം ഇതാണ്: ഇപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്തതൊന്ന് കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്നു. ഒരിക്കൽ കൂടി, ഇപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്തതൊന്ന് കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്നു. അപ്പോഴവർ പ്രതീക്ഷിക്കുന്നത് മുഴുവനും എങ്ങനെ ഈ ട്രീറ്റ്മെൻറ്റ് സക്സസ്ഫുള്ളായിട്ട് അവരുടെ കയ്യിലുള്ള ആ ക്യാഷിന് ഏറ്റവും ചിലവ് ചുരുക്കി ചെയ്യുവാനായിട്ട് കഴിയും, വേദന കുറഞ്ഞ്. ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് അറിയാമല്ലോ. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവരുടെ ചിന്തയിൽ മുഴുവൻ. അപ്പോൾ ഞങ്ങളവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയം ഞാൻ ഈ ആലോചന പറയുന്നു. ഞങ്ങൾ തിരിച്ചു പോരുന്നു. കുറച്ച് സമയം കഴിഞ്ഞ് അവരുടെ ഫോണിലേക്ക് ആ
റിസൾട്ടിൻ്റെ അവർ ലാസ്റ്റ് പരിശോധിച്ച പരിശോധനയുടെ റിസൾട്ട് വരുന്നുണ്ട്. ഉടനെ തന്നെ ഈ ഫോണുമായിട്ട് ഈ മെസ്സേജുമായിട്ട് ഉടനെ തന്നെ ഈ റിപ്പോർട്ടുമായിട്ട് ഇവരുടെ ഒരു ബൈസ്റ്റാൻഡർ ഡോക്ടറിനെ കാണുവാനായിട്ട് പോകുന്നു. അവിടെയുള്ള ഡോക്ടറിനെ കണ്ട് ഡോക്ടർ ഇങ്ങനെ ആശ്ചര്യത്തോടെ ആ റിപ്പോർട്ടിലേക്കും ഇവരെയും നോക്കി, വീണ്ടും റിപ്പോർട്ടിലേക്ക് നോക്കി, ഇവരെ നോക്കിയിട്ട് അപ്പോൾ ഇദ്ദേഹം ചോദിക്കുവാൻ വേണ്ടി വെമ്പൽ കൊണ്ട് നിൽക്കുന്നത്, അതായത് റൂമിൽ നിന്ന് പോയപ്പോൾ എല്ലാവരും പറഞ്ഞു വിട്ട കുറേ കാര്യങ്ങളുണ്ട്. എങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റാണ്, സർജറി ഇല്ലാതെ അത് ശരിയാക്കാനായിട്ട് പറ്റുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ ചോദിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ അവരിങ്ങനെ പറയുകയാണ്, ഇത് ക്യാൻസർ അല്ല. ഇതവർ എന്നോട് തിരിച്ചു പറഞ്ഞ ഇങ്ങനെയാണ്, പാസ്റ്റർ ഇങ്ങനെ ഒരു വാക്ക് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല, ക്യാൻസർ അല്ല എന്നൊരു വാക്ക് അവർ പറയണമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല, കാരണം ഞങ്ങളത് ഉറപ്പിച്ചതാണ്. അങ്ങനെ നിങ്ങൾ ഉറപ്പിച്ച ചില വാക്കുകളെ കർത്താവ് ക്യാൻസൽ ചെയ്യുക, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. താങ്ക് യു ലോർഡ്. നിങ്ങൾ പ്രതീക്ഷിക്കാത്തതൊന്ന്, ബ്രദർ സിസ്റ്റർ, നിങ്ങൾ പ്രതീക്ഷിക്കാത്തതൊന്ന് ഇന്ന് കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുക. ഇന്ന് ആ വിടുതൽ പ്രാപിക്കുവാൻ പ്രാർത്ഥിച്ചു തുടങ്ങുക. യെസ്, വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന നീ ഇന്ന് ആ വാക്ക് കേൾക്കുവാൻ പോകുക. നീ പ്രതീക്ഷിക്കാത്ത വാക്ക്. അവൻ കിടക്കയിലായി പോയവൻ കേട്ട വാക്ക്, എഴുന്നേറ്റ് നടക്ക, ഇനിയും അവിടെ കിടക്കുവാൻ, ഇനിയും അവിടെ കിടന്ന് നരകിക്കുവാൻ, സിസ്റ്ററെ ഇനിയും ആശുപത്രി കിടന്ന് നരകിക്കുവാൻ, അങ്ങനെ ഒരു രോഗിയായി നിന്റെ ജീവിതം അവസാനിക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. എഴുന്നേൽക്ക്. അമേൻ. എഴുന്നേറ്റ് നടക്ക. അമേൻ. പ്രതീക്ഷ എന്താ? തീരും, ഇതോടെ തീരും. അതിനപ്പുറമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു അത്ഭുതം നടന്ന് വലിയ പ്രശ്നങ്ങൾ വഴക്കും വക്കാണൊന്നുമില്ലാതെ എങ്ങനെയെങ്കിലും ഒന്ന് തീർക്കണം. അല്ലേ മാതാവേ, മകളുടെ കാര്യത്തെക്കുറിച്ചുള്ള ചിന്ത ഇപ്പോൾ അതല്ലേ? പക്ഷെ അല്ല, അവർ ഒരുമിച്ച് ജീവിക്കും. ബ്രദർ സിസ്റ്റർ, വഴക്കും വക്കാണവുമില്ലാതെ എങ്ങനെയെങ്കിലും തീർത്തു പോകുന്ന പരിപാടിയെക്കുറിച്ചല്ല. ഇപ്പോൾ നിൻ്റെ പ്രതീക്ഷയിൽ അതില്ല. അത് നടക്കുമെന്നോ അങ്ങനെ സംഭവിക്കുമെന്നോ നിൻ്റെ പ്രതീക്ഷയിലില്ല. പക്ഷെ കേൾക്ക്, നിൻ്റെ പ്രതീക്ഷയിലില്ലാത്തതൊന്ന്, നിൻ്റെ ചിന്തയിൽ വരാത്തതൊന്ന്, ഒരത്ഭുതം നിൻ്റെ കുടുംബജീവിതത്തിൽ എൻ്റെ കർത്താവ് ചെയ്യുക. മാതാവേ, നിൻ്റെ തലമുറകളുടെ ജീവിതത്തിൽ ഇപ്പോൾ അവരെക്കുറിച്ച് വലിയ പ്രതീക്ഷകളൊന്നുമില്ല, അവരെക്കുറിച്ച് വലിയ മോഹങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഇങ്ങനെ പോവുക ആസ് യൂഷ്വൽ. വലിയ പ്രതീക്ഷകളൊന്നും ഇല്ലാതിരിക്കുന്നത് സന്തോഷത്തിന് നല്ലതാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അതൊക്കെ നല്ലത് തന്നെ. പക്ഷേ പ്രതീക്ഷകളില്ലാതിരിക്കുന്നതും ചില സമയത്തൊരു വേദനയാണ്. മക്കളെ കാണുമ്പോൾ, അല്ലേ സഹോദരി, എങ്ങനെ പഠിച്ചുകൊണ്ടിരുന്ന പിള്ളേരാ, അവരുടെ വിദ്യാഭ്യാസം പോയി, അവരുടെ ജോലി, അവരുടെ മുൻപോട്ടുള്ള ജീവിതം എല്ലാം പ്രതീക്ഷിക്കുന്നില്ലെന്ന് പറയുമ്പോഴും ഉള്ളിലൊരു നീറ്റല മക്കളെ കാണുമ്പോൾ. നീ പ്രതീക്ഷിക്കാത്തതൊന്ന് നിൻ്റെ മക്കളുടെ ജീവിതത്തിൽ എൻ്റെ കർത്താവ് ചെയ്യുവാൻ പോകുക, നിനക്ക് വേണ്ടി. യെസ്, നിൻ്റെ തലമുറകളുടെ ജീവിതത്തിൽ അവർ ഒരിക്കലും തിരികെ വരത്തില്ല എന്ന് ലോകം പറഞ്ഞ സ്ഥാനത്ത് നിന്ന് ഒരിക്കലും ഇനിയൊരു തിരികെ വരവ് അവർക്കുണ്ടാകത്തില്ല എന്ന്, ആ നല്ലൊരു സമയത്തേക്ക്, നല്ലൊരു അനുഭവത്തിലേക്ക്, നല്ലൊരു എക്സ്പീരിയൻസിലേക്ക് അവർക്കൊരു മടങ്ങി വരവ് ഉണ്ടാകത്തില്ല എന്ന്, അവർക്കൊരു പൂർത്തീകരണം വിദ്യാഭ്യാസത്തിന് ഉണ്ടാകത്തില്ല എന്ന് വെല്ലുവിളിച്ച് വാദിക്കുന്ന ദുഷ്ടമനുഷ്യരുടെ മധ്യത്തിൽ എൻ്റെ ദൈവം അവർക്കൊരു മടങ്ങി വരവ് ഒരുക്കുവാൻ പോകുക. ആമേൻ. നിനക്ക് മാത്രമല്ല, അവർക്കും ഒരു പ്രതീക്ഷയില്ലാത്തതാണ്. ബ്രദർ, ആ ബിസിനസ്സിനെ സംബന്ധിച്ച് ആർക്കും അയ്യോ നിന്നെക്കുറിച്ചാണെങ്കിൽ പറയണ്ട, പ്രതീക്ഷയൊക്കെ എന്നോ നഷ്ടപ്പെട്ടു. ഇപ്പോൾ എങ്ങനെ കടം തീക്കുമെന്നാ, ബിസിനസ് ചെയ്ത് വല്ലതും സേവ് ചെയ്യാമെന്ന് ആഗ്രഹിച്ചതാണ്. ഇപ്പോൾ എങ്ങനെ കടം തീക്കാം, എങ്ങനെ ഈ കടത്തിൽ നിന്ന് പുറത്തു വരാം എന്നതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റിനെ കുറിച്ച് ഒരു ഇതുമില്ല. പക്ഷെ കേൾക്ക്, ആ കേസിനെ കുറിച്ച് ഓർത്ത് ഭാരപ്പെടേണ്ട. കൊന്നുകളയുവാൻ എന്ന പോലെ നിൽക്കുന്നവരെക്കുറിച്ച് ഭാരപ്പെടേണ്ട. നീ സ്വപ്നം കണ്ടതിനപ്പുറമായ ആ ബിസിനസ്, യെസ്, യേശുവിൻ നാമത്തിൽ എൻ്റെ കർത്താവ് നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുവാൻ പോകുക. അമേൻ. ഇപ്പോൾ പ്രതീക്ഷയിലില്ല പക്ഷേ ഇന്ന് അതിനുള്ളൊരു തുടക്കം. അമേൻ. ഒത്തിരി ആഗ്രഹമായിരുന്നു ആ രാജ്യത്തുനിന്ന് എത്തണം, അവിടെ നിന്ന് എത്തണം, എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. പക്ഷേ അതിനുവേണ്ടി പല പല മാർഗങ്ങൾ നോക്കി ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്തു. പക്ഷേ ഇപ്പം നോ. പക്ഷെ കേൾക്ക്, കർത്താവിന്ന് നിൻ്റെ പ്രതീക്ഷയിലില്ലാത്തത് ഒന്ന് ചെയ്ത് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ പോകുക. അമ്മേൻ, റെഡിയാണോ? നീ പ്രതീക്ഷിക്കാത്തതൊന്ന് ഇന്ന് പ്രാപിക്കുവാൻ പ്രാർത്ഥനയിലൂടെ, ഉപവാസത്തിലൂടെ നിങ്ങൾക്കും അതിന് അവസരമുണ്ട്. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും പ്രേക്ഷർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാനും നിങ്ങൾ പ്രതീക്ഷിക്കാത്തതൊന്ന് യേശുവിലൂടെ ഇന്ന് നേടുവാനും. അപ്പോൾ കോൺടാക്ട് ചെയ്യുക, കൂടുതൽ വിവരങ്ങൾ അറിയിക്കാം. എല്ലാ ദിവസങ്ങളിലും ദൈവവചനത്തിനും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കും ഒപ്പമായിരിക്കുവാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. പ്രേക്ഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും.
വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും സ്പെഷ്യൽ മീറ്റിങ്ങുകളുണ്ട്, സഭയുടെ മീറ്റിങ്ങുകളാണ്. വെള്ളിയാഴ്ച രാവിലെ 11:30 മണി മുതൽ ഉപവാസ പ്രാർത്ഥന ലൈവായി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ കമൻറ്റ് ചെയ്യുന്ന നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി ഭയങ്കര ബ്ലെസ്സിങ് ആയിരിക്കും. ജോയിൻ ചെയ്ത് പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക. ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ സഭാരാധന തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിള പ്രൈസർ ഫാമിലി വർഷിപ്പ് സെൻറ്ററിൽ വെച്ച് കടന്നു വന്ന് നോക്ക്. ഭയങ്കര ബ്ലെസ്സിങ് ആയിരിക്കും. എന്നാൽ കണ്ടോ, വിശ്വസ്ത കർത്താവേ നല്ല ദൈവമേ, ഒപ്പമായിരിക്കുന്ന ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് അടിയൻ പ്രാർത്ഥിക്കുന്നു. യേശോപ്പ, പ്രതീക്ഷകൾക്ക് സ്കോപ്പ് നൽകുന്നതൊന്നുമില്ല. നല്ലത് കാണുവാനോ നല്ലത് നടക്കുമെന്ന് ചിന്തിക്കുവാനോ കഴിയാത്ത അവസ്ഥയിൽ ഇവർ ആയിരിക്കുന്നു. ആ നല്ലത് നല്ലൊരു തൊഴിലായി നടക്കട്ടെ. യെസ്, ആ ലെറ്റർ ഇവരെ തേടി വരട്ടെ, ആ കോൾ ഇവരെ തേടി വരട്ടെ. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി തൊഴിൽ സംബന്ധമായ എല്ലാ വെല്ലുവിളികളും, തൊഴിൽ തടസ്സങ്ങളും, ചില തർക്കങ്ങളും, അഭിപ്രായ ഭിന്നതകളും മാറിപ്പോകട്ടെ. തൊഴിലിടത്തിൽ ഇവരുടെ വർധനവിനും പ്രാപിക്കലിനും തടസ്സമായി നിൽക്കുന്ന എല്ലാ മാനുഷികമായ പദ്ധതികളെയും ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. സ്വർഗമങ്ങ് പ്രവർത്തിക്കണമേ. ഇവർക്ക് മുമ്പിൽ, ഈ പ്രിയപ്പെട്ടവർക്ക് മുമ്പിൽ വഴികളെ, വാതിലുകളെ വിശാലതയിൽ അങ്ങ് തുറക്കണമേ കർത്താവേ. കടഭാരങ്ങൾ മാറട്ടെ, പലിശക്കടങ്ങളും ജപ്തി നടപടികളും തീർന്നു പോകട്ടെ. ലഭിക്കേണ്ട സാവകാശം ലഭിക്കേണ്ട വരുമാനങ്ങൾ ലഭിക്കട്ടെ. നന്മയുടെ വഴികൾ, വാതിലുകൾ തുറക്കപ്പെടട്ടെ. ഇന്നായിരിക്കുന്ന ഇല്ലായ്മയുടെ അവസ്ഥകളും അനുഭവങ്ങളും മാറിപ്പോകട്ടെ. യേശുവേ, ഇത് അത്ഭുതത്തിൻ്റെയും ദൈവപ്രവൃത്തിയുടെ ദിവസമായി തീരട്ടെ. അങ്ങയുടെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. താങ്ക് യു ലോർഡ്. രോഗികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗം അങ്ങ് സൗഖ്യമാക്കണമേ. രോഗബന്ധനം അഴിയട്ടെ. ആ രോഗാത്മാവ് വിട്ടുമാറട്ടെ. ഡിപ്രഷനുകൾ, ഉറക്കമില്ലായ്മകൾ മാറിപ്പോകട്ടെ. സീസണലായി വെളിപ്പെടുന്ന പാരമ്പര്യ രോഗങ്ങൾ മാറിപ്പോകട്ടെ. മദ്യത്തിൻ്റെ, മയക്കുമരുന്നിൻ്റെ വ്യാപനത്താൽ, ഉപയോഗത്താൽ പിടിക്കപ്പെട്ട കുടുംബങ്ങൾ വിടിവിക്കപ്പെടട്ടെ. യൗവനക്കാർ വിടിവിക്കപ്പെടട്ടെ. സുബോധം നഷ്ടപ്പെട്ടവർ ബോധമുള്ളവരായി മാറട്ടെ. ഭവനങ്ങളില്ലാത്തവർക്ക് ഭവനങ്ങൾ നൽകണമേ. വസ്തുക്കൾ വാങ്ങട്ടെ, വാഹനങ്ങൾ വാങ്ങട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. വിദേശത്തും സ്വദേശത്തും ചെയ്ത ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. തലമുറകളുടെ വിവാഹം നടക്കട്ടെ. ഉദരഫലങ്ങൾ ജനിക്കട്ടെ. തലമുറകളെ ബന്ധിച്ച് എല്ലാ ബന്ധനങ്ങളും അഴിഞ്ഞു മാറട്ടെ. ഇവരുടെ അത്ഭുതത്തിൻ്റെ ദൈവപ്രവൃത്തിയുടെ ദിവസമായി തീരട്ടെ. അങ്ങയുടെ നാമമഹത്വത്തിനായി സ്വർഗം അങ്ങ് പ്രവർത്തിക്കണമേ. വിസകൾക്കായി വെയിറ്റ് ചെയ്യുന്നവർക്ക് സ്വർഗം വിസകളെ നൽകണമേ കർത്താവേ. സ്റ്റാമ്പ് ചെയ്ത് വരട്ടെ. PR ലഭിക്കട്ടെ. വർക്ക് പെർമിറ്റുകൾ ലഭിക്കട്ടെ. ഇന്ന് അങ്ങയുടെ നാമത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന ഇവർ ആ അത്ഭുതം കണ്ടതിനായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. അതുപോലെ നിങ്ങൾ പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് നിൽക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ചേർന്ന് നിർത്തുക. പ്രാർത്ഥിക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഉപവസിക്കാം. അതെ, പ്രതീക്ഷിക്കാത്തതെന്ന് യേശുവിലൂടെ പ്രാപിച്ചെടുക്കാം. നാളെ ദൈവം വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ടനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരെയും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.